നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 279 279. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 9 ശ്ലോകമാണെന്ന് പറയേണ്ടത്. ത്വം ഭാവയോഗ പരിഭാവിത ഹൃത്സരോജ ആസേഷു ക്ഷിതപഥോ നനുയൽനാഥ പുംസാം യദ്ധിയാത ഉരുഗായ വിഭാവയന്തി തദ്വഭു പ്രണയസേ സദനുഗ്രഹായ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം വരുമ്പോൾ ഭക്തിയാകുന്ന ഉപായം. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ ഒരു ഉപായം കണ്ടുപിടിക്കുക എന്ന് പറയാറുണ്ടില്ലേ. അതാ ശിവൻ്റെ അമ്പലത്തിൽ മണിയടിച്ചു. അപ്പോൾ ഭക്തിയാകുന്ന ഉപായം പരിശുദ്ധമാക്കപ്പെട്ടത് ഹൃദയമാകുന്ന താമരയിൽ, ഹൃദയത്തിൽ നിന്നാണ്. അപ്പോൾ ഹൃദയമാകുന്ന താമരയിൽ ശ്രവണത്താൽ അറിയപ്പെട്ട മാർഗത്തോടു കൂടിയവൻ. ഇപ്പോൾ ശ്രീഹരി, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ഹനുമാൻ എന്ന് വേണ്ട, ആരൊക്കെ ആരനെ ഒക്കെ അല്ലേ, ആരാരെ പറ്റി എന്തൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? കേൾവി കൊണ്ടാണ്. അമ്മ പറയുന്ന ആൾ, കൈ കാണിക്കുന്ന ആൾ അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മൾ അച്ഛ എന്ന് പറയും. അപ്പോൾ എല്ലാം ശ്രവണം, കീർത്തനം, മനനം ഇല്ലേ. അപ്പോൾ അറിയപ്പെട്ട മാർഗത്തോടു കൂടിയവൻ, ശ്രവണം അത് പ്രധാനം. പിന്നെയോ നിന്തിരുവടി ഇരിക്കുന്നു. രക്ഷിതാവേ, അങ്ങാരാ? രക്ഷിതാവാ. അപ്പോൾ അനാഥ എന്നെങ്ങനെ പറയാ? അനാഥ, ഞാൻ അനാഥനാണ്, ഞാൻ അനാഥയാണ് എന്ന് പറയുന്നവർക്കൊക്കെ അവരവരുടെ ഹൃദയകമലത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്ന് അറിയാണ്ട പറയാണ്. അപ്പം അങ്ങനെ പറയണവരാ ജാസ്തി, അങ്ങനെ പറയുന്നവരാണ് ജാസ്തി, അങ്ങനെ പറയണവരാണ് ജാസ്തി 3 വട്ടം. ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന അനീതികൾക്കൊക്കെ മൂലകാരണം തൻ്റെ ഉള്ളിൽ വാസുദേവൻ ഇരിക്കണു എന്നുള്ള ബോധമില്ലായ്മയാണ്. പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ നിന്തിരുവടി ഇരിക്കുന്നു. രക്ഷിതാവേ, ബഹുവിധത്തിൽ കീർത്തിക്കപ്പെട്ടിരിക്കുന്നവനെ. പലതരത്തിലാണ് ഭഗവാനെ പറ്റി പറയണത്. ബുദ്ധി കൊണ്ട് ഏതേത് രൂപത്തെ ധ്യാനിക്കുന്നു. എല്ലാ രൂപത്തിനും ധ്യാനിക്കാൻ പറയണില്ല. കേശാദിപാദം, പാദാദികേശം, മനോഹരമായ വാക്കുകളെ കൊണ്ട് പറയണതിനെ മാത്രം ധ്യാനിച്ചാൽ മതി. ഏതേത് രൂപത്തെ ധ്യാനിക്കുന്നു. സത്തുക്കളെ അനുഗ്രഹിപ്പാനായിക്കൊണ്ട് എല്ലാവരെയും ഇല്ല. സത്തുക്കൾ, സാത്വിക ഗുണനിധികൾ, ഭാഗവതത്തിൻ്റെ അമൃതരസം പാനം ചെയ്തവർ, സത്തുക്കൾ അനുഗ്രഹിപ്പാനായിക്കൊണ്ട് അതാത് രൂപത്തെ പ്രകാശിപ്പിക്കുന്നു. പല രൂപവും ഭഗവാൻ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അനി അതിൻ്റെ ഒരു ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ഭഗവാനെ ആദരിക്കാത്തവർക്ക് നരകപ്രാപ്തിയാണ് ഫലം എന്ന് പറഞ്ഞ ശേഷം ഈ അന്തസ്ഥ, കൂടസ്ഥ, സർവജീവഗുഹാശയ എന്നൊക്കെ അറിയാണ്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈശ്വരനെ നിന്ദിക്കുന്ന ആൾക്കാരെ, അവർക്കൊക്കെ നരകപ്രാപ്തി ഫലം. അത് പറഞ്ഞ ശേഷം ഭക്തന്മാർക്കാവട്ടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ പരമാനന്ദം അനുഭവപ്പെടുന്നത് കൊണ്ട് അവർ കൃതാർത്ഥന്മാരായി ഭവിക്കുന്നുവെന്ന
സംഗതിയെ സ്പഷ്ടമാക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ഹേ സർവരക്ഷക, ശാസ്ത്രങ്ങളിൽ ബഹുവിധം കീർത്തിക്കപ്പെട്ടിരിക്കുന്ന പുണ്യകീർത്തേ, ഭക്തിയാകുന്ന ഉപായത്താൽ അങ്ങയെ പ്രാപിക്കാമെന്ന് കഥാശ്രവണാദികളിൽ നിന്ന് ധരിച്ചതിനാൽ അങ്ങയെ സർവാത്മന ശരണം പ്രാപിച്ചിരിക്കുന്ന പരമഭക്തന്മാരുടെ പരിശുദ്ധമായ ഹൃദയപത്മത്തിൽ നിന്ന് വിട്ടുപിരിയാതെ നിന്തുരുവടി പരമഭക്തന്മാരുടെ പരമഭക്തന്മാരുടെ ഹൃദയപത്മത്തിൽ നിന്ന്, പരിശുദ്ധമായ ഹൃദയപത്മത്തിൽ നിന്ന് വിട്ടുപിരിയാതെ നിന്തിരുവടി അവിടെ തന്നെ വസിക്കുന്നുവല്ലോ. അങ്ങയുടെ അനന്തരൂപങ്ങളിൽ ഏതേതു രൂപത്തെ അവർ ദൃഢഭക്തിയോടെ ധ്യാനിക്കുന്നുവോ അതാത് രൂപത്തെ നിന്തിരുവടി ആ ഭക്തന്മാരായ സത്തുക്കളെ അനുഗ്രഹിപ്പാനായിക്കൊണ്ട് അവർക്ക് പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുകയാണ്. ഏത് രൂപത്തിൽ കാണാനാണ് ഇഷ്ടം ആ രൂപം ധരിച്ച് ഭഗവാൻ വരും. എന്നിട്ടോ അവിടുത്തെ ദിവ്യമംഗള വിഗ്രഹത്തെ അവർ അവരുടെ ഹൃദയകമലത്തിൽ പ്രത്യക്ഷമായിട്ട് കാണുന്നു. ഇതിലധികം സാധിക്കേണ്ടതായ കാര്യം യാതൊന്നുമില്ലാത്തതിനാൽ അവരുടെ ജന്മം തന്നെ സഫലം. ആരുടെ ജന്മസഫലം? ഏതേത് രൂപത്തിൽ ധ്യാനിക്കുന്നു ആ രൂപത്തിൽ ഭഗവാൻ അവർക്ക് മനസ്സിൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവരാണ് ദിവ്യന്മാരെന്നാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം 12. ന അതിപ്രസീദതി തദോപചിതോപചാരേ ആരാധിതസുരഗണൈർഹൃദി ബന്ധകാമേ യൽ സർവഭൂതദയയാ സദലഭ്യയേകോ നാനാജനേഷു വഹിത സുഹൃദന്തരാത്മാ. സുഹൃത് അന്തരാത്മാ, അന്തസ്ഥാന്ന് തന്നെ പിന്നെയും പറയുന്നത്. അനേകവിധി പ്രാണികളിൽ 84 ലക്ഷം സ്പീസീസ് ഓഫ് ക്രിയേച്ചേഴ്സ്, അനേകവിധ പ്രാണികളിൽ പ്രവേശിച്ചവനും ബന്ധുവും സർവന്തര്യാമിയുമായ അസത്തുക്കൾക്ക് ലഭിക്കാത്തതായ സകല പ്രാണികളിലുള്ള ദയ കൊണ്ട് ഏതുവിധം പ്രസാദിക്കുന്നുവോ മനസ്സിൽ ആഗ്രഹമുള്ളവരായ സുരഗണേ ദേവസമൂഹങ്ങളാൽ അധികരിച്ചിരിക്കുന്ന ഉപചാരങ്ങളെ കൊണ്ട് പൂജിക്കപ്പെട്ടിരുന്നാലും ഒരുവൻ അപ്രകാരം അത്യന്തം പ്രസാദിക്കുന്നില്ല. ദേവന്മാരുടെ കാര്യത്തിൽ പ്രസാദിക്കണില്ല, ദേവന്മാർ പ്രസാദിക്കണില്ല. പക്ഷെ ഭഗവാനോ ഒരു തുടം വെള്ളം, ഒരു ഇല, ഒരു കായ ഭക്തിപൂർവം വെച്ചാൽ പ്രസന്നനായി. അപ്പോൾ ആര് വയ്ക്കണു? നിഷ്കളങ്ക ഭക്തിയുള്ളവൻ വെച്ചാൽ ഭഗവാൻ അത് സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഭക്തന്മാരിൽ ഭഗവാന്റെ കാരുണ്യമുണ്ടാകും എന്ന് സൂചിപ്പിച്ചതിൽ പിന്നെ ഫലം ആഗ്രഹിച്ച് ഭജിക്കുന്നവരിൽ പ്രസാദിക്കുന്നതിനേക്കാൾ ഫലം ആഗ്രഹിക്കാതെ ഭജിക്കുന്നവരിലാണ് ഭഗവാൻ പ്രസാദിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ട് നിഷ്കാമഭക്തി മാഹാത്മ്യത്തെ പ്രകാശിപ്പിക്കുന്നു. എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയുന്ന ആളുടെ അടുത്ത് പ്രസാദിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും വേണ്ട, എനിക്ക് ഭഗവാൻ മതി എന്ന് പറഞ്ഞാളുടെ അടുത്ത് വാരിക്കോരി കൊടുക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ SSLC ഓണേഴ്സ് ജയിച്ചതല്ല, തോറ്റ ആളാണ്. പക്ഷേ കമ്പാർട്ട്മെൻ്റൽ സിസ്റ്റം പ്രകാരം ഞാൻ എഴുതി പാസ്സായി. എനിക്ക് സുസ്ഥിരമായ രീതിയിൽ IIT-യിൽ ഒരു ഗവൺമെൻറ് സർവീസ് കിട്ടി. ഞാനൊരു ഗുഡ് പെൻഷനറാണ്. എൻ്റെ 2 കുട്ടികളെ ഭഗവാൻ എന്താണ് പറയുക, അതിമനോഹരമായിട്ട് ഉത്തരോത്തരം ഉയരത്തിൽ 2 PhD-കാരെ ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നു. അത് എൻ്റെ നിഷ്കാമ ഭക്തിയുടെ പ്രതിഫലനമാണ്. പ്രതിഫലമില്ലാത്തതൊന്നുമില്ല. ഭഗവാൻ എന്തിനാ നമ്മുടെ കർമ്മഫലങ്ങൾ? പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി, എന്നെ രക്ഷിക്കണേ ഭഗവാനെ, ആശ്രയവത്സല,
ആശ്രയിക്കുന്നവരെ വാത്സല്യത്തോടു കൂട്ടി നോക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ദീനവത്സല, പിന്നെന്താ ദീനബന്ധു, ഇതൊക്കെയാണ് മൂപ്പർക്ക് ഇഷ്ടമുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ പറയണു, സ്വപ്രയോജനം യാതൊന്നും ഉദ്ദേശിക്കാതെ പരന്മാരുടെ ദുഃഖങ്ങളെ തീർക്കണം, മറ്റുള്ളവരുടെ വിഷമങ്ങളെ തീർക്കണമെന്നുള്ള പരിശുദ്ധ വിചാരമാണ് ദയ. സകല പ്രാണികളുടെ ഹൃദയത്തിൽ അന്തര്യാമി രൂപേണ വസിക്കുന്നവനും അവരുടെ ഉറ്റ ബന്ധുവുമായിരിക്കുന്ന ഭഗവാൻ സർവഭൂതദയയെ പ്രകാശിപ്പിച്ച് സർവത്ര വസിക്കുന്ന ഭഗവാനെ പരമപ്രേമലക്ഷണയായ ഭക്തിയോടുകൂടി ഭജിക്കുന്നവരിൽ ഏതു വിധം പ്രസാദിക്കുന്നുവോ ആ വിധം മഹാസമൃദ്ധിയോടുകൂടി, ഞാൻ പറഞ്ഞില്ലേ മഹാസമൃദ്ധി, ഉപചാരങ്ങളെ കൊണ്ട് പൂജിക്കുന്ന സകാമ ഭക്തന്മാരിൽ പ്രസാദിക്കുന്നില്ല. സകാമ, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ടത്. അപ്പം നിങ്ങൾ 2 ലക്ഷം 3 ലക്ഷമൊക്കെ ചിലവാക്കിയിട്ട് മേളം കൊട്ടിച്ചിട്ടും കരിമരുന്ന് പ്രയോഗം കൊണ്ടൊന്നും ഭഗവാൻ വശത്താവില്ല. ആ 3 ലക്ഷം കൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ സത്പ്രവർത്തികൾ ചെയ്യാം? എത്ര ആൾക്കാർക്ക് ഭാഗവത ഗ്രന്ഥം വാങ്ങിക്കൊടുക്കാൻ പറ്റും? എനിക്ക് എൻ്റേതായിട്ട്, അതായത് ഇപ്പോൾ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, അത് ഞങ്ങൾക്ക് 2 ആൾക്കും മാമുണ്ണാൻ അസുഖം വല്ലതും വന്ന കുട്ടികളോട് ചോദിക്കേണ്ടി വരും. ഞാൻ IIT-യിലാണ്, 80% റീഇംബേഴ്സ്മെൻ്റ് ഉണ്ട്, പക്ഷെ ആദ്യം എടുത്ത് കൊടുക്കണ്ടേ? അപ്പോൾ ഞാനൊരു സങ്കല്പം ചെയ്തിട്ടുണ്ട്. എന്താ സങ്കല്പം? ഈ ഭാഗവത ഭക്തദാസൻ എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ എന്തെങ്കിലും വരുമാനം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ പണം നല്ല ഒന്നാന്തരം ശ്രീകൃഷ്ണ കഥാമൃതം അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള ആഖ്യാനം പുസ്തകങ്ങൾ വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് ഞാൻ കൊടുക്കും. അതുറപ്പാണ്. അതൊരു സങ്കല്പമാണ്. കാരണം എന്താ, ഞാൻ ഈ യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ള 4000 മേൽ പ്രഭാഷണങ്ങളുണ്ട്. ഭാഗവതമായിട്ടും രാമായണമായിട്ടും. ഭാഗവതമാണ് ജാസ്തി. അപ്പോൾ അവർക്കുണ്ടാവുന്ന മാനസികാവസ്ഥ എനിക്ക് ബ്ലെസ്സിങ് ആയിട്ടുണ്ടാവും. അത് വരാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഈ കാശ്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് കിട്ടുന്ന കാശ് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, ചെയ്യാൻ പോണത്. മനസ്സിലായില്ലേ? എനിക്കിപ്പോഴും ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വന്നിട്ടില്ല. പറയുമ്പോൾ 4.5 കൊല്ലമായി. കാരണം എന്താ, ആരും കേൾക്കണില്ല. കാരണം ഇതാർക്കും വേണ്ട. ഇനി ചിലവരുണ്ട്, നോണ്ടി നോക്കണ ആൾക്കാരുണ്ട്. അപ്പോൾ 50 ആൾ കണ്ടാൽ ശരാശരി 3 മിനിറ്റ്, അരമണിക്കൂർ പ്രഭാഷണം, ശരാശരി 50 ആൾ 3 മിനിറ്റ് കൊണ്ടാണ് കാണുന്നത്. അത്രയേ ഉള്ളൂ, സാരമില്ല. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. സകാമ ഭക്തന്മാരിൽ പ്രസാദം കമ്മിയാണ്, നിഷ്കാമകർമ്മം ചെയ്യുന്നവരിലാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിഷ്കാമനയോട് കൂടിയിട്ട് ഈശ്വരനെ ഉപാസിച്ച് നോക്കൂ. അപ്പോൾ സർവപ്രാണിവർഗത്തെ സർവാത്മന ആരാധിക്കുകയും അതിൽ നിന്ന് പ്രത്യേക ഫലത്തെ കാക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നിഷ്കാമ ഭജനം. അപ്പോൾ ഞാനിതിന്ന് കിട്ടണമെന്ന് വാശി പിടിക്കണില്ല. കാരണം എന്താ, അത് പ്രൊഫഷണലിസമാവും. അപ്പോൾ നിഷ്കാമത്തിൽ ഭഗവാന് നോക്കൂ, ഭഗവാൻ ഭൂതഭാവേശ ന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ കർത്തുമർഹസി എന്നൊരു ആദർശ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. അതെന്താ പറഞ്ഞത്? എന്ത് കിട്ടിയാൽ എനിക്ക് സംതൃപ്തി ഉണ്ടാവുമെന്ന് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഭഗവാൻ തീരുമാനിക്കട്ടെ ഞാൻ എന്ത് ചെയ്യുന്നുള്ളതും ഭഗവാൻ അറിയാം. അപ്പോൾ ഞാനൊന്നും കാമിച്ചിട്ടല്ല, ഇതൊരു സങ്കല്പം മാത്രം. മനസ്സിലായില്ലേ? അപ്പോൾ പലവിധങ്ങളായ നിവേദ്യാദികളെ കൽപ്പിച്ച് ഉദ്ദിഷ്ടഫലപ്രാപ്തിയെ പ്രാർത്ഥിച്ച് ഭഗവാനെ ഭജിക്കുന്നത് സകാമ ഭജനം. ഇപ്പോൾ ശാസ്താപ്രീതി അത് സകാമാണ്, ലക്ഷാർച്ചന സകാമാണ്. പിന്നെ ഏതാ നിഷ്കാമം എന്ന് ചോദിച്ചാൽ, വിശന്ന് വരണവന് അവനവന് കഴിക്കാൻ വേണ്ടി വെച്ച ആഹാരം എടുത്ത് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്.
പങ്കിട്ടാൽ മതി. 4 ചട്ടുകം ചോറ് കഴിക്കണമെങ്കിൽ 1 ചട്ടുകം ചോറ് എടുത്തിട്ട് 3 ചട്ടുകം 3 ആൾക്ക് ഓരോ ചട്ടുകം കൊടുക്കുക. അവിടെയാണ് ഈശ്വരൻ്റെ നിഷ്കാമഭക്തി ഉള്ളത്. ഇതിൽ നിഷ്കാമഭക്തന്മാർ തന്നെ ഭഗവത് കാരുണ്യത്തെ അധികം അർഹിക്കുന്നുവെന്ന് സാരം. പുംസാമതോ വിവിധ കർമ്മഭിരദ്വരാധേർദാനേന ച ഉഗ്രതപസാവ്രതചര്യയാ ചാം ആരാധനം ഭഗവതസ്തവ സത്ക്രിയാർത്ഥോ ധർമ്മോ അർപ്പിത കർഹചിത് ധിയതേ നയത്ര. എന്താ അണ്ണാറക്കുട്ടന്മാർ എലിയും കൂടിയിട്ട് വയ്യ. അപ്പോൾ കർഹത് എന്താ പറയുക, കർഹചിൽ ഹ്രിയതേ നയത്ര, നശിക്കണില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി പറയാം. ഈ എലിശല്യം അല്ലെങ്കിൽ അണ്ണാറക്കണ്ണനോ എലിശല്യം എന്താ മനസ്സിലാവില്ല, തൊട്ടും പുറത്ത് ഭയങ്കര പ്രശ്നം. പുംസാമതോ വിവിധ കർമ്മഭിരദ്വരാദ്യേ ദാനേന ച ഉഗ്രതപസാവ്രതചര്യയാ ച ആരാധനം ഭഗവതസ്തവസ്ത്രി സത്ക്രിയാർത്ഥോ ധർമ്മോ അർപ്പിത കർഹചിൽ ഹ്രിയതേ നയത്ര. ഹ്രിയതേ അതൊരു കൂട്ടക്ഷര, അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഹേതുവായിട്ട് പുമാന്മാരുടെ യാഗാദികളായ നാനാമാതിരി കർമ്മങ്ങൾ കൊണ്ടും ദാനം കൊണ്ടും കഠിന തപസ്സുകൊണ്ടും വ്രത അനുഷ്ഠാനം കൊണ്ടും സർവൈശ്വര്യരൂപനായ നിന്തിരുവടിയുടെ പൂജനം ഉത്തമ ക്രിയാഫലം യാതൊരുവനിൽ സമർപ്പിക്കപ്പെട്ടതായ ക്രിയ യാതൊരു കാലത്തിലും നശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിഷ്കാമകർമ്മം ചെയ്തവൻ എപ്പോഴും ഭാഗ്യം ഉണ്ടാവും. കാരണം എന്താ, അവൻ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഫലം അവിടെ കൂടിക്കൂടി ബാങ്കിൽ അസറ്റ് വർദ്ധിക്കണ കൂട്ടത്തിലാണ് നിഷ്കാമകർമ്മം. നേരെ മറിച്ച് സകാമാണെങ്കിലോ അപ്പപ്പോൾ ചെയ്യുന്ന പൂജയുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു, ഐശ്വര്യങ്ങൾ അനുഭവിച്ചു. ലൗകികം, അത് ലൗകിക. നശ്വരമായിട്ടുള്ളതൊക്കെ ലൗകികവും അനശ്വരമായിട്ടുള്ളത് ഡിവൈനും ആധ്യാത്മികമാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് പാരഗ്രാഫ്. സകാമന്മാരിൽ നിന്തിരുവടി അതിപ്രസന്നനല്ലെന്ന് വന്നിരിക്കയാൽ, അതിപ്രസന്നൻ അല്ല, പ്രസന്നനാണ്, അത്രയേ ഉള്ളൂ. വിവേകികളായ ജനങ്ങൾ നടത്തുന്നതായ യാഗാദികളായ ബഹുവിധ കർമ്മങ്ങൾ കൊണ്ടും ദാനം കൊണ്ടും കിസ്രം ചന്ദ്രായണം മുതലായ കഠിന തപസ്സുകൊണ്ടും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനം കൊണ്ടും അവർക്ക് സിദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പരമഫലം നിന്തിരുവയുടെ പ്രസാദം മാത്രമാകുന്നു. അങ്ങയിൽ സമർപ്പിക്കപ്പെടുന്നതായ ലൗകികമായും അലൗകികമായുള്ള സകല കർമ്മവും ഏതുകാലത്തും നശിക്കുന്നില്ല. ലൗകികവും അലൗകികവും നശിക്കുന്നില്ല. പക്ഷേ ലൗകികം വരുമ്പോൾ നമ്മൾക്ക് ഐശ്വര്യങ്ങളുണ്ടാവും, ലൗകിക ഐശ്വര്യങ്ങളുണ്ടാവും. അത് അനുഭവിച്ച് തീർന്നാൽ പിന്നെ എന്താ ചെയ്യുക? കഷ്ടപ്പാട് വരുമ്പോൾ എന്ത് ചെയ്യും? നേരെ മറിച്ച് നിഷ്കാമം ചെയ്തവന് കഷ്ടപ്പാട് വരുമ്പോൾ LUC ഓടി വരും. അപ്പോൾ ഭഗവാൻ പ്രസാദിക്കണമെന്നുള്ള ഒരേ സങ്കല്പത്തോടുകൂടെ അനുഷ്ഠിക്കുന്ന കർമ്മം ധർമാർത്ഥ കാമ മോക്ഷരൂപമായ 4 വിധ പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുവാൻ സമർത്ഥമായി ഭവിക്കണം. മോക്ഷം അപ്പോഴേ ഉള്ളൂ. സകാമം കൊണ്ട് മോക്ഷം കിട്ടില്ല, നിഷ്കാമം കൊണ്ടേ മോക്ഷം കിട്ടുള്ളൂ. അപ്പോൾ ആ കർമ്മം ആ ഫലത്തെ സാധിപ്പിക്കുന്നതോടെ നശിച്ചു പോകുന്നു. അതുകൊണ്ട് വിവേകികൾ ഫലകാംക്ഷ കൂടാതെ സകല കർമ്മങ്ങളെയും ഭഗവാനായ നിന്തിരുവടിയുടെ പ്രസാദത്തിനായി കൊണ്ട് സമർപ്പിക്കുന്നു. അവർ തന്നെ കർമ്മകുശലന്മാർ. കർമ്മകുശലന്മാർ എന്ന് എന്താർത്ഥം?
ഏത് കർമ്മം ചെയ്യണം എന്നുള്ള അറിവുള്ളവരെ തന്നെയാണ് കർമ്മകുശലന്മാർ എന്ന് പറഞ്ഞത്. അതായത് എനിക്ക് നിഷ്കാമം മതി, സകാമം വേണ്ട എന്ന് പറയാൻ സാധിക്കണം. അതറിഞ്ഞാൽ ഗുരുവായൂരും ശബരിമലയിലൊക്കെ തിരക്ക് കമ്മിയും കേട്ടോ. ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിനെ കാണാൻ അവരവരുടെ വീട്ടിലിരുന്നാൽ പോരെ, മതി. അത് ചെയ്യണില്ലല്ലോ നമ്മൾ. ഒരു ആപ്തവാക്യം ഇവിടെ പറയുന്നുണ്ട്, യത് കരോഷി യത് സ്നാസി യത് സ്നാശി യജുഹോഷി ദദാസി യത് യത്തപസ്യസി കൗന്ദേയ തത് കുരുഷമതർപ്പണം. നീ എന്തൊക്കെ ചെയ്യണു അതൊക്കെ നീ എന്നിൽ അർപ്പിക്കേ. ഫർഗെറ്റ് ദി പാസ്റ്റ്, ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ് അബൌട്ട് ദി ടുമോറോ. പ്രസൻറ്റ് ഡേ നന്നായിട്ട് ചെയ്യുന്നു. നേഹാഭിക്രമനശോ അസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപ്പമസ്യ സ്വൽപ്പം സ്വൽപ്പം അഭി അസ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോപയാത്. ഒരു പ്രമാണമാണത്. ഹേ അർജുന, ഗീതയിലെ നീ യാതൊന്ന് ചെയ്യുന്നുവോ യാതൊന്ന് അനുഭവിക്കുന്നുവോ, തലവേദന ഉണ്ടോ, അത് കൃഷ്ണൻ്റെ ആണെന്ന് വിചാരിച്ചു നോക്കൂ. സുഖം വരുമ്പോഴും വേണം ഇത് കൃഷ്ണൻ്റെ ആണ്, എൻ്റെ അല്ല. അങ്ങനെ നമുക്ക് ഇരിക്കാൻ സാധിക്കുകയോ നമ്മൾ രക്ഷപ്പെട്ടു. എന്തൊക്കെ അനുഭവിക്കണോ, പുത്രസ്നേഹം, ഭാര്യാസ്നേഹം, ഭർത്തൃസ്നേഹം, യു ഗിവ് ടു ദി ഗോഡ്, ഫിനിഷ്, അത്രയേ ഉള്ളൂ. അയ്യോ അമ്മയെന്ന് പറയരുത്, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയണം. ടു ബി വെരി ഫ്രാങ്ക് വിത്ത് യു. ബാക്കി നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഹേ അർജുന, നീ യാതൊന്നു ചെയ്യുന്നുവോ യാതൊന്ന് അനുഭവിക്കുന്നുവോ യാതൊരു വിധത്തിൽ ദൈവത്തെ ആരാധിക്കുന്നുവോ, ഏത് വിധത്തിലായാലും ശരി, യാതൊന്ന് നൽകുന്നുവോ യാതൊരു വിധം തപസ്സാചരിക്കുന്നുവോ, അതൊക്കെയും എൻ്റെ പ്രീതിക്കായി കൊണ്ട് സമർപ്പിക്കുക. ഭഗവത് പ്രീതി, ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥം എന്ന് പറയും. എപ്പോൾ പറയും? സഹസ്രനാമം ജപിക്കണതിന് മുമ്പ്, ധ്യാന ശ്ലോകത്തിന് മുമ്പ് പറയത്. അത് വിട്ടു, ധ്യാന ശ്ലോകം വിടും, എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും ഒരു 100-120 മൈൽ സ്പീഡിൽ. എന്നിട്ട് പറയും ഞാൻ 17 മിനിറ്റിൽ വിഷ്ണു സഹസ്രനാമം ജപിച്ചു. ആർക്ക് വേണ്ടി? അപ്പോൾ എൻ്റെ പ്രീതിക്കായി കൊണ്ട് സമർപ്പിച്ചു കൊള്ളുക. ഈ മാർഗത്തിൽ ഉറച്ച കർമാനുഷ്ഠാനം ചെയ്യുന്നവരുടെ കർമ്മത്തിന് നാശമില്ല, ദോഷമില്ല. ഈ കർമ്മം അല്പമായിരുന്നാൽ കൂടെ അനാദിയായ പ്രാരബ്ധ കർമ്മത്തെ നശിപ്പിച്ച് പരമാനന്ദത്തെ നൽകുവാൻ സമർത്ഥമാകുന്നു. ഒരു 1.5 അർത്ഥമാണത് എന്ന് ഭഗവാൻ പ്രിയ ശിഷ്യനായ അർജുനനോട് ചെയ്ത ഉപദേശസാരം ഈ പദ്യത്തിൽ അടങ്ങിയിരിക്കുന്നു. തുച്ഛമായ ഫലത്തെ കാക്ഷിക്കുന്നത് കർമ്മകർത്താവിൻ്റെ അജ്ഞതയെ പ്രകാശിപ്പിക്കുന്നതാകയാൽ തലവേദന മാറണേ, ഒരു വീട് വാങ്ങണേ, ഒരു ചെറിയ കാറ് വാങ്ങണേ എന്നൊക്കെ പ്രാർത്ഥിക്കണമെന്നുണ്ടല്ലോ, അല്പത്തര. അതിനൊക്കെ കർമ്മം ചെയ്താൽ മതി. പക്ഷെ മോക്ഷം കിട്ടാൻ കർമ്മം ചെയ്താൽ പോരാ, ഈശ്വരാനുഗ്രഹം വേണം. ഞാൻ ഈശ്വരൻ്റെ ഭക്തനാണെന്ന് പറയണതിന് പകരം ഭഗവാൻ പറഞ്ഞു ഇന്ന ആൾ എൻ്റെ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ മോക്ഷമായി. അപ്പോൾ ആ സങ്കല്പത്തിൽ നിന്ന് മുക്തനായിട്ട് സർവേശ്വര പ്രസാദലാഭത്തിനായി, അതായത് തുച്ഛമായ ഫലത്തെ കാക്ഷിക്കുന്നത് കർമ്മകർത്താവിൻ്റെ അജ്ഞതയെ പ്രകാശിപ്പിക്കുന്നതിനാൽ ആ സങ്കല്പത്തിൽ നിന്ന് മുക്തനായിട്ട് സർവേശ്വര പ്രസാദലാഭത്തിനായി കർമ്മം ചെയ്യേണ്ടതാണെന്ന് സാരം. അടുത്ത ശ്ലോകം 14. ശശ്വൽ സ്വരൂപം അഹസൈവ രൂപം അഹസൈവ നിബീതഭേദ മോഹായ ബോധദിഷണായ നമഃ പരസ്മൈ വിശ്വോദ്ഭവസ്ഥിതിലയേഷു നിമിത്തലീലാരസായതേ നമ ഇദം ചകൃന്മേശ്വരായാം ചകൃമ ഈശ്വരായ ചകൃമ ഈശ്വരായ ചകൃമ ചകൃമാന്ന് മതി, പിന്നെ ഈശ്വരായ.
അതിൻ്റെ അർത്ഥം എന്താ? വാക്കാർത്ഥം എപ്പോഴുമുള്ള സ്വരൂപശോഭയാൽ തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭേദമോഹങ്ങളോടുകൂടിയതും ചൈതന്യമാകുന്ന ബുദ്ധിയോടുകൂടി ഇരിക്കുന്ന പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം. വിശ്വത്തിൻ്റെ ഉത്ഭവം, സ്ഥിതി, ലയം ഇവയിൽ കാരണഭൂതയായ പ്രകൃതിയുടെ ലീല കൊണ്ട് ക്രീഡയോടുകൂടിയ, ശരിക്ക് ക്രീഡിക്കണത് ആരാ? പ്രകൃതിയാണ്, മായയാണ്. ഭഗവാൻ ക്രീഡിക്കണില്ല. ഭഗവാൻ ക്രീഡിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഭഗവാൻ ലീലയാ വിനോദമാടുന്നു. ആ ലീല ഏതാ? ഭഗവാന്റെ ലീലയാണ് മായ. എത്രയൊക്കെ മനസ്സിലാക്കിയാണ്ടല്ലോ. എന്താ രസം, മുണ്ടാണ്ടിരുന്നാൽ മതി. പിന്നെ അപ്പോൾ അപ്പോൾ ക്രീഡയോടുകൂടിയ ഈശ്വരനായ നിന്തുരുവടിക്കായി കൊണ്ട് ഈ നമസ്കാരത്തെ ചെയ്യുന്നു. നമസ്കാരം മായയ്ക്കല്ല, മായയുടെ നിയാമകനും നിയന്ത്രിതാവുമായിരിക്കുന്ന പരമേശ്വരനാണ്. അതായത് സാക്ഷാൽ ശ്രീഹരിക്കാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. പരമാനന്ദ സ്വരൂപനായ ആ ഭഗവാനെക്കുറിച്ച് ഇവിടെ സ്വരൂപം പറയണ്ടായി. 4 കൈയുള്ളവൻ എന്നല്ല പറഞ്ഞത്, പരമാനന്ദം സ്വരൂപമായിട്ടുള്ളവനാ. അതെങ്ങനെയാ? അത് നിരാകാരാണ്. ഒരു കാക്കിലോ പരമാനന്ദം തരുമോ, ആനന്ദം തരുമോ? ഇല്ല, കിട്ടില്ല. അപ്പോൾ ആ ഭഗവാനെക്കുറിച്ച് പൂജാസ്രോതാദികൾ ചെയ്യുവാൻ അശക്തനാണെന്നുള്ള അഭിപ്രായത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇത് മുതൽ 6 പദ്യത്താൽ ബ്രഹ്മാവ് ഭഗവാനെ നമസ്കരിക്കുന്നു, സ്തുതിക്കുന്നു. പുരുഷോത്തമനായ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. പരമപുരുഷോത്തമത്വം എങ്ങനെ സിദ്ധമായി എന്ന് കാണിപ്പാനുള്ള വിശേഷണങ്ങൾ എന്താ? തന്നിൽ നിന്ന് ഭിന്നമായ വസ്തു ഉണ്ട് എന്ന് വിചാരിക്കരുത്. ദേഹേന്ദ്രിയാദികളാണ് ആത്മാവ് എന്നുമുള്ള ഭേദമോഹങ്ങൾ പാടില്ല. അങ്ങയെ ബാധിക്കുന്നില്ല. അതായത് ഭഗവാന് ബാധിക്കണില്ല. എന്തുകൊണ്ടെന്നാൽ സ്വരൂപമായ ആനന്ദവും പ്രകാശവും ഏതു കാലത്തും ഒരുപോലെ വിളങ്ങുന്നു. പ്രകാശം, ആനന്ദം, പ്രകാശമുണ്ട്, ആനന്ദമുണ്ട്. സൂര്യന് ചൂടും വെളിച്ചമുള്ളൂ, അവിടെയാണ് വ്യത്യാസം. നേരെ മറ്റ് സൂര്യനിൽ അന്തസ്ഥനായിരിക്കുന്ന നാരായണനുണ്ട്. അദ്ദേഹം എന്താ തരുന്നത്? ശരീരത്തിന് ചൂടും തരും, ആനന്ദവും തരും. ശ്രദ്ധിക്കണം. അപ്പോൾ ബോധരൂപമായ ചൈതന്യം തന്നെയാണ് അങ്ങയുടെ ബുദ്ധി. എന്താ താൻ ബോധമില്ലാണ്ട് സംസാരിക്കണേ ചോദിക്കില്ലേ? ചൈതന്യം ഇല്ലാണ്ട് എന്താ സംസാരിക്കണത്? പാഴ്വാക്കുകൾ എന്തിനാ പറഞ്ഞത് എന്നാ ചോദിച്ചതിൻ്റെ അർത്ഥം. അപ്പോൾ ബോധരൂപമായ ചൈതന്യം തന്നെയാണ് അങ്ങയുടെ ബുദ്ധി, ജഡരൂപമല്ല. ഇപ്രകാരം പ്രാകൃത പുരുഷന്മാരിൽ നിന്നും വിലക്ഷണനായിരിക്കുന്ന പുരുഷോത്തമനായ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. പ്രകൃതിയുടെ പരിണാമം നിമിത്തമുണ്ടാകുന്ന വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങളാകുന്ന ലീലയോടുകൂടെ പ്രകൃതിയുടെയും നിയന്താവായിരിക്കുന്ന ഈശ്വരനായ നിന്തിരുവടിക്ക് നമസ്കാരം എന്നാണ് പറഞ്ഞു നിർത്തിയത്. അവിടെ നിർത്താം. ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മനസ്സ് തുറന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെയോ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്തായിരിക്കണം? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എൻ്റേതെന്നും എനിക്കെന്നുള്ളത് പറയാണ്ടിരുന്നാൽ തന്നെ രക്ഷപ്പെട്ടു. എനിക്കെന്നും എൻ്റേതെന്നും എന്ന് പറയുന്നത് മമതയാണ്. അത് ഭഗവാൻ ആക്സെപ്റ്റബിൾ അല്ല. പ്രീതിജനകമായിട്ട് മറ്റുള്ളവരുടെ വെൽബീയിങ്സിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക, അതാണ് ഉചിതം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമസ്കാരം. നാളെ കാണാം.